ഒരിക്കലും നമ്മൾ എഐനെ നമ്മളെക്കാൾ മുകളിൽ കൊണ്ടുപോയി വെക്കരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അപ്പം ഈ എഐയും തൊഴിൽ ചെയ്യുന്ന ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും എഐ നമുക്കൊരു വെല്ലുവിളിയാണ്. എഐ ഒരിക്കലും വെല്ലുവിളി ആവുന്നില്ല, പക്ഷേ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇതിനെ വെല്ലുവിളി ആക്കി മാറ്റുന്നുള്ളത്. ഒരിക്കലും നമ്മൾ എഐനെ നമ്മളെക്കാൾ മുകളിൽ കൊണ്ടുപോയി വെക്കരുത്. എന്ത് കാര്യം നമ്മൾ ചെയ്യാനാണെങ്കിലും എന്ത് പ്രവൃത്തിക്ക് നമ്മൾ എഐ യൂസ് ചെയ്യാനുണ്ടെങ്കിലും നമ്മളൊരു കോ ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ ഒരു കോ അസിസ്റ്റൻ്റ് ആയിട്ട് മാത്രമേ എഐനെ നമ്മൾ കാണാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ വരുന്നുള്ളത്. അല്ലാതെ മറിച്ച് നമ്മളെക്കാൾ മുകളിൽ നമ്മൾ എഐനെ കൊണ്ടുവെക്കുന്ന സമയത്താണ് അവിടെ നമ്മളെ ഇൻ്റലക്ച്വലിനെ ആയാലും അല്ലെങ്കിൽ നമ്മളുടെ തിങ്കിങ് എബിലിറ്റിനെ ഒക്കെ അത് ബാധിക്കുന്നുള്ളത്. മറിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്, ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എഐയുടെ ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഓക്കെ ഫൈൻ, നമ്മൾ അതിനുള്ളൊരു അസിസ്റ്റൻസ് എടുക്കുന്നു. അതായത് ഞാൻ എൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ വെക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ എഐനെ കാണാറുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എഐനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഞാൻ എഐനെ എൻ്റെ മുകളിൽ കൊണ്ട് വെക്കാറില്ല. അപ്പോൾ ഏത് ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാലും അവിടെ ഞാനൊരു ഫാക്ട് ചെക്കിങ് നടത്തും. ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നമ്മളെ ഹാൻഡ് ആയിരിക്കണം മുകളിലുണ്ടാകുന്നത്. ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് അവിടെ ഒരിക്കലും അത് ത്രെട്ടായി മാറുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് ആണ് സത്യത്തിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളത്, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവർക്ക് കേട്ടോ.